സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഒരു കണക്ഷൻ മിസ്സാവും. അപ്പൊ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ടെൻസ്ഡ് ആവും. പിന്നെ എന്താ ടോപ്പിക് തന്നെ ചിലപ്പോ മറന്നു പോകും. അതെങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുക? അതിപ്പോ നമ്മൾ സ്റ്റേജിലാവണമെന്നില്ല. സാധാരണ നമ്മളെ ഫ്രണ്ട്സിനെ സംസാരിച്ച് ആട് കയറി പോണിട്ടുണ്ടോ? ഇല്ലേ? യു ഡോണ്ട് ഹാവ് ടു ബി ഓൺ ദ സ്റ്റേജ്. സ്റ്റേജിലാവണില്ല. സ്റ്റേജിൽ ചിലപ്പോൾ കാർഡ് കയറുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് മൈക്ക് കൊടുത്താൽ പിന്നെ മൈക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ പ്രാർത്ഥനകളും ചെയ്യേണ്ടി വരും. ഒന്ന് നിർത്തിയാൽ മൈക്ക് തരുമെന്ന് പ്രാർത്ഥനയുണ്ട്. എത്ര പേര് അംഗീകരിക്കേണ്ടത്? ചിലർ മൈക്ക്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പീപ്പിൾ. ചിലർ മൈക്ക് കണ്ട പേടിച്ച് ഓടുന്ന ആൾക്കാരുണ്ട്, അല്ലേ? പേടിച്ച് ഓടുന്ന ആൾക്കാരുണ്ട്. ചിലർ ചാടി കയറി പിടിക്കുന്ന ആൾക്കാരുണ്ട്. അവർ പിടിച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റ് പിടിക്കണമല്ല, പിന്നെ അവർ വിട്ടുപോകില്ല. ഇങ്ങനത്തെ ആൾക്കാരാണ് ഇപ്പം മോള് പറഞ്ഞ പോലെ അവർ കാർഡ് കയറി ദേ സ്റ്റാർട്ട് വിത്ത് വൺ ടോപ്പിക് ആൻഡ് ദേ ഗോ സംവെയർ ആൻഡ് ദേ കംപ്ലീറ്റ്ലി ഫോർഗെറ്റ് അബൌട്ട് വേർ ദേ സ്റ്റാർട്ട് ആൻഡ് വൈ ദേ സ്റ്റാർട്ട് ആൻഡ് വേർ ദേ ഗോയിങ് ടു ലീഡ് യു. ശരിയല്ലേ മോളെ? ഡു യു അഗ്രി ടു ദാറ്റ്? Yes, sir. Okay, the reason why, because you don't have clarity. You got me? So whenever you speak, you have to start with what? Whenever you speak, fill in the blanks. Whenever you speak, you start with a dash in mind. What is that? Topic ano? Type here. This is a challenge. Whenever you speak, start with dash in mind. What is it? I want you to fill the blank. എന്താണ് ബ്ലാങ്ക്? ക്ലാരിറ്റി. വാട്ട് ക്ലാരിറ്റി? നോ, ഐ എം ലുക്കിംഗ് ഫോർ ഹുക്ക്. നോ, ഹുക്കൊക്കെ ഇന്നലെ തോന്നി ഞാൻ പറഞ്ഞത്. ക്വസ്റ്റ്യൻ നോ, ടോപ്പിക് ക്ലാരിറ്റി നോ, ടോപ്പിക് പോയിന്റ് അല്ല, അതൊന്നല്ല. പറയട്ടെ, വരട്ടെ. പേർപ്പസ് നോ, പോട്ടെ. കോൺഫിഡൻസ്, എൻഡ്. ഹു ഇസ് ദാറ്റ്? അമീന. Is that Amina? Yes. Amina, very good. Amina, congratulations for you. Start with end in mind. മോൾക്ക് മനസ്സിലായപ്പോ? എവിടെ മോളെവിടെ? ഓക്കെ. എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എൻഡ് എന്താന്നുള്ള ആദ്യം നമ്മൾ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഈ എൻഡ് ഇല്ലാതാകുമ്പോഴാണ് നമ്മൾ കാടി കയറി പോയിട്ട് ഇപ്പം എങ്ങോട്ടാ നമ്മൾ പോയത്, അവിടെയില്ല ഇവിടെയില്ല, ആകെ കാർമേഘത്തിൽ കുടുങ്ങിയ പോലെ ഉണ്ടാവും. ശരിയല്ലേ? പിന്നെ ചോദിക്കും, ഞാൻ എന്തപ്പം പറഞ്ഞത്, ഒന്ന് ഓർമ്മിപ്പിച്ചു തരുമെന്ന് പറയല്. ശരിയല്ലേ? ഇസ് ഇറ്റ് കറക്റ്റ്? എപ്പോഴും ഉണ്ടാവലുണ്ട്. അതെപ്പോഴും ഉണ്ടാവില്ല. എന്താ കാരണം വെച്ചാൽ അങ്ങനെ മറന്നു പോകണ്ടെങ്കിൽ മോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ടോപ്പിക് എന്താണ്, വാട്ട് ഈസ് ദ ടോപ്പിക് എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കുക. ഇസ് മേ ബി ആ ടെൻഷനിൽ ചിലപ്പോൾ മറന്നു പോകണമെങ്കിൽ ടേക്ക് എ ബിറ്റ് ഓഫ് ഒരു ചെറിയ പേപ്പർ ബിറ്റ് എടുക്കുക, അതിൽ എഴുതി വെക്കുക. ദിസ് ഇസ് ദ എൻഡ്, നോട്ട് ദ ടോപ്പിക് അല്ല ഞാൻ പറഞ്ഞ്, ഇതാണ് എൻഡ്. എൻ്റെ ഈ കേൾക്കുന്ന എല്ലാ ഓഡിയൻസിനെ ഇതിലേക്കാണ് ഞാൻ കൊണ്ടുപോകേണ്ടത്. യു ഗോട്ട് മീ? യു ആർ ദ ഡ്രൈവർ, യു ആർ ദ പൈലറ്റ്. യു ആർ വിത്ത് മീ? So as a pilot, as a commander, what you do, you are leading them to that particular end result. ആ end result മാറാൻ പാടില്ല. കഥകൾ എന്ത് വേണം പറഞ്ഞോ, ക്വസ്റ്റ്യൻസ് വേണം, എത്ര വേണം പറഞ്ഞോ. യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് നോ സ്റ്റോറി ആൻഡ് നോ പോയിന്റ് എന്നാണ് പറഞ്ഞില്ലേ. അപ്പോൾ സ്റ്റോറീസ് ഒക്കെ പറയാം, കുഴപ്പമില്ല. ബട്ട് എൻഡ് റിസൾട്ട് ഇപ്പം 10 മിനിറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ 10ാമത്തെ മിനിറ്റിൽ അവിടെ പോയി ലാൻഡ് ചെയ്യണം. എല്ലാം എന്താ പറ്റുന്നത്? പ്ലെയിന് ടേക്ക് ഓഫ് ചെയ്യും, എയർബോൺ ആവും, എവിടെ ലാൻഡ് ചെയ്യുന്നത് എയർപോർട്ട് ഇങ്ങനെ തപ്പി നടക്കായിരിക്കും. How many of you got it? എത്ര പേർക്ക് മനസ്സിലായി? ഹാ എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, എത്ര പേർക്ക് മനസ്സിലായി? എയർപോർട്ട് പോയിട്ട് പൈലറ്റ് മേലെ നോക്കുക, ഏത് എയർപോർട്ടാണ് ഇപ്പോൾ ഞാൻ ലാൻഡ് ചെയ്യുന്നത്, ഏതാണ് എൻ്റെ റൺവേ, അതൊക്കെ മിസ്സായി പോയല്ലേ, ഞാൻ എവിടെയാണ് ഇപ്പോൾ ഉള്ളത്, ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ഓൾവേസ് കീപ്പ് ഇൻ മൈൻഡ്, യു ടേക്ക് ഓഫ്, ബട്ട് ബിഫോർ യു ടേക്ക് ഓഫ് യു മസ്റ്റ് നോ വെയർ ടു ലാൻഡ്. മോൾക്ക് മനസ്സിലായപ്പോൾ? Yes, sir, മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ട്രാക്ക് വിട്ടു പോയില്ല. ട്രാക്ക് വിട്ടു പോയാൽ തന്നെ നിങ്ങൾ ആ എൻഡ് ടൈമിൻ്റെ ഉള്ളിൽ തിരിച്ചു വരും വേണം. അത്രേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ? അത് ബൈ പ്രാക്ടീസ് അല്ലേ നമുക്ക് സെറ്റ് ആക്കാൻ പറ്റാ? എന്താണ് ബൈ പ്രാക്ടീസ് ആയിക്കില്ലേ നമുക്ക്? ബൈ പ്രാക്ടീസ് അല്ല, ആ ഒരു സ്ലിപ്പ് ഉണ്ടായാൽ മതി. നിങ്ങൾക്ക് 2 കാര്യം ഓർമ്മ ഉണ്ടാവണം. വാട്ട് ഈസ് ദ എൻഡ് ടൈം ആൻഡ് വാട്ട് ഈസ് ദ എൻഡ് റിസൾട്ട്. അത്രേ ഉള്ളൂ. എൻഡ് ടൈം എന്ന് എന്താ പറയുക? കാരണം 10 മിനിറ്റ് വന്നാൽ 10 മിനിറ്റ് സ്റ്റോപ്പ് ചെയ്യണം. യു വിത്ത് മീ? കാരണം നമ്മൾ ടെഡ് ടോക്കിന് പോകുമ്പോൾ 18 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ. ടെഡ് ടോക്ക് മനസ്സിലാക്കുക. 18 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾ റിസൾട്ട് പറഞ്ഞിരിക്കണം. സോ സിമിലർലി നിങ്ങൾക്ക് ടൈം തരാണെങ്കിൽ ഞങ്ങൾക്ക് അതേപോലെ ഇതിൽ എന്താണ് ജോഷ് ടോക്കാണ് 20 മിനിറ്റാണ്, 18 to 20 മിനിറ്റ്സാണ്. ആ 20 മിനിറ്റ്സിനുള്ളിൽ കംപ്ലീറ്റ് പറഞ്ഞ് തീർക്കണം. ഇപ്പം ആ ഒരു 20 മിനിറ്റ്സ് പറഞ്ഞ് തീർന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ നല്ല സ്പീക്കർ അല്ല, നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അപ്പോൾ ടൈം എത്ര എന്ന് കറക്റ്റായിട്ട് ഒരു സ്ലിപ്പിൽ എഴുതി വെക്കുക. എവിടെയാണ് ഞാൻ പോയി എൻഡ് ചെയ്യണമെന്നുള്ള സ്ലിപ്പിൽ കറക്റ്റായിട്ട് എഴുതി വെക്കുക. അതിനനുസരിച്ച് ചെയ്യാൻ പറ്റുമോ മോൾക്ക്? ഉറപ്പാണോ? 0 to 10 എത്ര ഉറപ്പാണ്? 10. Okay, good. Next question. This is to Minha. Okay, go ahead. Minna പോലെ ആർക്കൊക്കെ സ്പീക്കർ ആവുന്നുള്ള ക്വസ്റ്റ്യൻ അതാണ് ഇന്ന്. അപ്പോൾ the next question is to Minha. Go ahead.